കർണാടകയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിനെ സാക്ഷിയാക്കി ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ചൊരിയുന്ന ഒരു പുണ്യഭൂമിയുണ്ട് മുരുഡേശ്വർ. ഉത്തര കന്നഡ ജില്ലയിലെ ഭട്കൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേരുന്ന ഒരിടമാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശിവപ്രതിമയും കൂറ്റൻ രാജഗോപുരവുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. മുരുഡേശ്വര ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഐതിഹ്യപരമായ പ്രാധാന്യമുണ്ട്. രാമായണ കാലഘട്ടത്തിലെ രാവണനുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവം. രാവണൻ കഠിനമായ തപസ്സിലൂടെ ഭഗവാൻ ശിവനിൽ നിന്ന് ആത്മലിംഗം സ്വന്തമാക്കി. ആത്മലിംഗം ലങ്കയിലേക്ക് കൊണ്ടുപോയാൽ രാവണൻ അജയ്യനാകുമെന്ന് ഭയന്ന ദേവന്മാർ അത് തടയാൻ പദ്ധതിയിട്ടു. വഴിയിൽ രാവണൻ സന്ധ്യാവന്ദനം ചെയ്യേണ്ടി വന്നപ്പോൾ ഗണപതി ഒരു ബാലന്റെ രൂപത്തിലെത്തി ആത്മലിംഗം പിടിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചു. എന്നാൽ രാവണൻ തിരിച്ചെത്തുന്നതിന് മുൻപ് ഗണപതി ആത്മലിംഗം ഭൂമിയിൽ വെച്ചുപോയി. ആത്മലിംഗം അവിടെ ഉറച്ചുപോവുകയും കോപാകുലനായ രാവണൻ അത് പറിച്ചുമാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ശ്രമത്തിൽ ലിംഗത്തിന്റെ ചില ഭാഗങ്ങൾ ചിതറിത്തെറിച്ചു. അങ്ങനെയൊരു ഭാഗം വീണ സ്ഥലമാണ് കണ്ടുവേരി എന്ന ഈ കുന്നിൻമുകൾ. പിന്നീട് ഇത് മൃഡേശ്വര എന്നും ഒടുവിൽ മുരുഡേശ്വര എന്നും അറിയപ്പെട്ടു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 3 ഭാഗത്തും കടലിനാൽ ചുറ്റപ്പെട്ട കണ്ടുവേരി എന്ന കുന്നിൻമുകളിലാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം 123 അടി 37 മീറ്റർ ഉയരമുള്ള കൂറ്റൻ ശിവപ്രതിമയാണ്. നേപ്പാളിലെ കൈലാസ്നാഥ് മഹാദേവ പ്രതിമയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവപ്രതിമയാണിത്. ശില്പി കാശിനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ R.N. ഷെട്ടി എന്ന പ്രമുഖ വ്യവസായിയും മനുഷ്യസ്നേഹിയുമാണ് ഈ പ്രതിമയുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. 2006 ഇത് പൂർത്തിയായത്. പ്രതിമയെ സൂര്യനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രഭാതത്തിലെ ആദ്യ സൂര്യരശ്മികൾ പ്രതിമയുടെ മുഖത്ത് പതിക്കുമ്പോൾ അത് തിളക്കമാർന്ന കാഴ്ചയൊരുക്കുന്നു. ദൂരങ്ങളിൽ നിന്നുപോലും ഈ പ്രതിമ വ്യക്തമായി കാണാൻ സാധിക്കും. ക്ഷേത്രസമുച്ചയത്തിലെ മറ്റൊരു ഗംഭീരമായ നിർമ്മിതിയാണ് 20 നിലകളുള്ള രാജഗോപുരം. 237.5 അടി 72.4 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഗോപുരമാണ്. 2008 ഇത് പൂർത്തിയായത്. ഗോപുരത്തിന്റെ മുകളിലേക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് ശിവപ്രതിമയുടെയും അറബിക്കടലിന്റെയും ചുറ്റുമുള്ള പ്രകൃതിയുടെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാം. ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചതാണ് ഗോപുരം. ഇത് ഹൈന്ദവ പുരാണങ്ങളിലെ വിവിധ രംഗങ്ങളെയും ദേവീദേവന്മാരെയും ചിത്രീകരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിനകത്ത് ഭഗവാൻ ശിവനെ ലിംഗരൂപത്തിലാണ് ആരാധിക്കുന്നത്. മുരുഡേശ്വര ക്ഷേത്ര സമുച്ചയത്തിൽ ശിവപ്രതിമയ്ക്ക് സമീപം ഒരു ഗുഹാ മ്യൂസിയവുമുണ്ട്, പുകൈലാസ് ഗുഹാ മ്യൂസിയം. രാവണന്റെയും ആത്മലിംഗത്തിന്റെയും കഥ വിവരിക്കുന്ന പ്രതിമകളും ദൃശ്യങ്ങളും ഈ ഗുഹയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവണന്റെ തപസ്സു മുതൽ ഗണപതിയുടെ തന്ത്രത്തിലൂടെ ആത്മലിംഗം സ്ഥാപിക്കപ്പെടുന്നതുവരെയുള്ള കഥ ഇവിടെ വെളിച്ചവും ശബ്ദവും ഉപയോഗിച്ച് പുനരാവിഷ്കരിച്ചിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഇവിടെ കൃഷ്ണനും അർജുനനും ഒരു രഥത്തിൽ ഗീതോപദേശം ചെയ്യുന്നതിന്റെ മനോഹരമായ ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. സൂര്യരഥം എന്നും ഇത് അറിയപ്പെടുന്നു. മുരുഡേശ്വര ക്ഷേത്രം കർണാടകയിലെ പ്രധാനപ്പെട്ട പഞ്ചക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മഹാശിവരാത്രിയാണ് ഇവിടെ ഏറ്റവും വലിയ ഉത്സവമായി ആഘോഷിക്കുന്നത്. ഈ സമയത്ത് ഭക്തർ ഭജനകളും പൂജകളുമായി ക്ഷേത്രത്തിൽ തിങ്ങിനിറയും. കാർത്തിക പൂർണിമയും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. കാർത്തിക മാസത്തിൽ ദീപങ്ങൾ തെളിയിച്ച് ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഉത്സവകാലത്ത് ക്ഷേത്രം വർണ്ണാഭമായ ദീപാലങ്കാരങ്ങളാൽ പ്രകാശിക്കും. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 8:15 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും. മുരുഡേശ്വര ക്ഷേത്രത്തിന് സമീപം മനോഹരമായ കടൽത്തീരമുണ്ട്. ഇവിടെ വിവിധതരം ജലവിനോദങ്ങൾ ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ജെറ്റ് സ്കീ, ബോട്ട് റൈഡുകൾ, നെത്രാണി ദ്വീപിൽ സ്കേഷൽ ഡൈവിംഗ് എന്നിവയെല്ലാം ലഭ്യമാണ്. പ്രകൃതി സൗന്ദര്യവും സാഹസിക വിനോദങ്ങളും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണിത്. മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം, ഏകദേശം 165 കി.മി. മുരുഡേശ്വര റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയാണ്.
റോഡ് മാർഗം കർണാടകയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രധാന നഗരങ്ങളിൽ നിന്ന് ഇവിടെ എത്താൻ എളുപ്പമാണ്. മുരുഡേശ്വര കടലിന്റെ സൗന്ദര്യവും ഗംഭീരമായ ശില്പങ്ങളും പുരാതന ഐതിഹ്യങ്ങളും ആത്മീയതയും ഒത്തുചേരുന്ന ഒരു പ്രത്യേക ഇടം. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം തേടിയും പ്രകൃതിയുടെ വിസ്മയം കണ്ടറിയാനും ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.